ഡിയർ സ്റ്റുഡൻസ്, അംശബന്ധം എന്ന പാഠം ചില കുട്ടികൾ ക്ലാസ്സിൽ വന്നിട്ടില്ല. അവർക്ക് വീഡിയോ ഇട്ട് തരാൻ പറയുന്നുണ്ട്. വന്ന കുട്ടികൾക്ക് ഒന്ന് റിവൈസ് ചെയ്യാം. വരാത്ത കുട്ടികൾ മാത്രമേ നോട്ട് എഴുതേണ്ടതുള്ളൂ. വന്ന കുട്ടികൾ നോട്ട് എഴുതേണ്ടതില്ല. ക്ലാസ് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. എപ്പോഴും നവോദയ പരീക്ഷയ്ക്ക് വരാറുള്ള ഒരു ഭാഗമാണ് റേഷ്യോ അഥവാ അംശബന്ധം. ഇത് തുടക്കത്തിൽ തന്നെ നമുക്ക് നോക്കാം. നോക്കുക, നമ്മൾ ശതമാനം എന്ന് ഇങ്ങനെയാണ് എഴുതിയിരുന്നത്, ദശാംശം എന്ന് ഇങ്ങനെയാണ് എഴുതിയിരുന്നത്. ഇത് ഒരു കുത്തിവിടെ, ഒരു കുത്തിവിടെ. ഇതിനെ നമ്മൾ വായിക്കേണ്ടത് ഈസ്റ്റു എന്നാണ്. ഈസ്റ്റു. അപ്പോൾ ഇതെങ്ങനെ വായിക്കാം? 2:3, 2:3. വേറെ നോക്കുക, ഇത് വായിക്കേണ്ടത് 4:7. ഇത് വായിക്കേണ്ടത് A:B. ഈസ്റ്റു എന്നാണ് വായിക്കേണ്ടത്. ഇങ്ങനെ ഇട്ടാൽ കണക്കിൽ നമ്മൾ ഈസ്റ്റു എന്ന് വായിക്കണം. അപ്പോൾ ഇത് 2:3 ആണ്. ഇത് A:B ആണ്. ഇത് 4:7 ആണ്. 4:7 ആണ്. ഇത് 3:4 ആണ്. അപ്പോൾ അംശബന്ധത്തിന് എങ്ങനെ വായിക്കണം എന്ന് മനസ്സിലായില്ലേ? ഇതിനെ എങ്ങനെ വായിക്കാം? X:Y. ഇങ്ങനെ എഴുതിയാൽ അതിന്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് നോക്കാം. (2:3) എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഭാഗം 2 ആണെങ്കിൽ രണ്ടാമത്തെ ഭാഗം 3. ആദ്യത്തെ ഭാഗം 2 ആണ് എന്ന് നമ്മളോട് പറയുന്നില്ല. രണ്ടാമത്തെ ഭാഗം 3 ആണെന്നും പറയുന്നില്ല. ആദ്യത്തെ ഭാഗം 2 ആയാൽ രണ്ടാമത്തെ ഭാഗം 3 ആയിരിക്കും എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ ആദ്യം നമ്മൾ ഇപ്പോൾ 4:7 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആദ്യത്തെ ഭാഗം 4 ആയാൽ രണ്ടാമത്തെ ഭാഗം 7 ആയിരിക്കും എന്നാണ് അർത്ഥം. ആദ്യത്തെ ഭാഗം 4 ആണെന്നോ രണ്ടാമത്തെ ഭാഗം 7 ആണെന്നോ നമ്മളോട് പറയുന്നില്ല. അപ്പൊ ഈ അംശബന്ധ രൂപത്തിൽ തന്ന ഒരു സംഖ്യയെ ആദ്യം നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിൽ എങ്ങനെ മാറ്റാം എന്ന് നോക്കണം. അപ്പോൾ 2:3, 2:3 ഇതിനെ ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റിയാൽ 2 ഭിന്നസംഖ്യകൾ കിട്ടും. 2 3 5. 5-ൽ 2, 5-ൽ 3. 2 3 കൂട്ടി 5 താഴെ എഴുതി 2 3. അപ്പോൾ 2:3 ഭിന്നസംഖ്യാ രൂപത്തിലാക്കിയാൽ 2/5 എന്നും 3/5 എന്നും കിട്ടും. വേറെ ഞാനൊന്ന് പറയാം. 1:7. ഇതിനെ ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റണം. ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ 2 ഭിന്നങ്ങൾ കിട്ടും. 1ഉം 7ഉം 8. 1 7. അപ്പോൾ 1:7 ഭിന്നസംഖ്യാ രൂപത്തിലാക്കിയാൽ 1/8 എന്നും 7/8 എന്നും കിട്ടും. വേറെ നോക്കാം നമുക്ക്. 3:4. ഇതിനെ ഭിന്നസംഖ്യാ രൂപത്തിലാക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 2 ഭിന്നസംഖ്യകൾ കിട്ടും. 3ഉം 4ഉം 7. 3-ന് 3, 4-ന് 4. 3/7 എന്നും 4/7 എന്നും കിട്ടും. ഇതിപ്പോ 2 ഭിന്നസംഖ്യകളായതുകൊണ്ടാണ്. വേറെ നോക്കാം. 3:2:5. ഇതിനെ ഭിന്നസംഖ്യാ രൂപത്തിലാക്കണം. എത്ര ഭിന്നസംഖ്യകൾ കിട്ടും? 1, 2, 3 ഭിന്നസംഖ്യകൾ കിട്ടും. 3ന്റെയും ഛേദം ഒരേ സംഖ്യയായിരിക്കും. 3ഉം 2ഉം 5, 5ഉം 5ഉം 10. ഒന്നാമത്തേതിന്റെ അംശം 3, രണ്ടാമത്തെ അംശം 2, മൂന്നാമത്തെ അംശം 5. അപ്പോൾ 3:2:5 ഭിന്നസംഖ്യാ രൂപത്തിലാക്കിയാൽ 3/10, 2/10,
5/10 എന്ന് കിട്ടും. ഇനി നമ്മൾ ഒരു 10 എന്ന സംഖ്യയെ 1:4 എന്ന് ഭാഗിക്കണം. 10നെ 2 ഭാഗമാക്കണം. അംശബന്ധം 1:4. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 1:4നെ ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റണം. 1:4 ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റിയാൽ എന്താ? 1/5 4/5. അപ്പോൾ 10നെ 2 ഭാഗമാക്കണം. ഒരു ഭാഗം 10ന്റെ 1/5 ആയിരിക്കും, അടുത്ത ഭാഗം 10ന്റെ 4/5 ആയിരിക്കും. അപ്പോൾ 10നെ നമുക്ക് 1:4 എന്ന് ഭാഗിക്കണം. അപ്പോൾ ആദ്യ ഭാഗം നമുക്ക് നോക്കാം. 10 × 1/5. 10 × 1/5. 10 × 1 10. 10/5. 10ൽ എത്ര 5 ഉണ്ട്? 2. ആദ്യ ഭാഗം 2 ആണ്. 10നെയാണ് ഭാഗിക്കേണ്ടത്. ഒരു ഭാഗം 2 ആണ്. നമുക്ക് ബുദ്ധി ഉപയോഗിക്കാം. അടുത്ത ഭാഗം എത്രയായിരിക്കും? 10നെയല്ലേ ഭാഗിക്കേണ്ടത്. ഒന്നാം ഭാഗം 2 ആണെങ്കിൽ അടുത്ത ഭാഗം നിർബന്ധമായും 8 ആയിരിക്കും. ഉത്തരം നമുക്ക് വ്യക്തമായി. അടുത്ത ഭാഗം 8 ആണ്. പക്ഷെ നമുക്കൊന്ന് കണക്ക് ചെയ്ത് നോക്കാം. രണ്ടാം ഭാഗം എങ്ങനെ കണ്ടുപിടിക്കാം? 10 × 4/5. 10 × 4/5. 10 4 പട്ടിക ചൊല്ലിയാൽ നമുക്ക് 40 എന്ന് കിട്ടും. 40ൽ 5 എത്ര പ്രാവശ്യമുണ്ട്? 8. അപ്പോൾ 10നെ 1:4 എന്ന് ഭാഗിച്ചാൽ ആദ്യ ഭാഗം 2 ആണ്, രണ്ടാം ഭാഗം 8 ആണ്. നമുക്ക് വേറൊരു കണക്ക് നോക്കാം. 30 എന്ന സംഖ്യയെ 1:2 എന്ന് ഭാഗിക്കണം. ഭാഗിക്കേണ്ട സംഖ്യ 30 ആണ്. അംശബന്ധം 2:3 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 2:3നെ ഭിന്നസംഖ്യയാക്കണം. 30 കൊണ്ട് ഗുണിച്ച് ഉത്തരം കാണണം. 1:2നെ ഭിന്നസംഖ്യയാക്കാൻ നമ്മൾ പഠിച്ചല്ലോ. എന്തായിരിക്കും? 3ൽ 1 3ൽ 2. അപ്പോൾ 30നെ 3ൽ 1 3ൽ 2 എന്ന് ഭാഗിക്കണം. ആദ്യം നമ്മൾ 30നെ 1/3 ആയിട്ട് ഭാഗിക്കാം. 30 ഗുണനം 1 ഹരണം 3. 30ൽ 1 30. 30 × 1 30. 30ൽ 3 10 പ്രാവശ്യം. ഓക്കെ, 30നെയാണ് ഭാഗിക്കേണ്ടത്. ആദ്യ ഭാഗം 10 ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാം ഭാഗം 20 ആയിരിക്കും എന്ന് നമുക്ക് ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. കണക്ക് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. 30 ഗുണനം 2/3. 30 2 60. 60ൽ 3 എത്ര പ്രാവശ്യം ഉണ്ടാവും? പട്ടിക ചൊല്ലിയാൽ കിട്ടില്ല. കാരണം 10 3 30 വരെ പട്ടികയുള്ളൂ. അപ്പോൾ നമുക്ക് 60നെ 3 കൊണ്ട് ഹരിച്ച് നോക്കാം. 6ൽ 3 2 പ്രാവശ്യം. 2 3 6. 6ൽ 4 കുറയ്ക്കേണ്ടതില്ല, 0 ആണ്. 0 ഉണ്ടാകുമ്പോൾ 0 ഇറക്കേണ്ടതില്ല, പൊക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര പ്രാവശ്യമുണ്ട്? 20 പ്രാവശ്യമുണ്ട്. അപ്പോൾ 30നെ 1:2 എന്ന് ഭാഗിച്ചാൽ ആദ്യ ഭാഗം 10 ആണ്, രണ്ടാം ഭാഗം 30 ആണ്. ചെറിയ വീതം 10 ആണ്, വലിയ വീതം 20 ആണ്. അപ്പോൾ 30നെ നമ്മൾ 1:2 എന്ന് ഭാഗിച്ചു. അടുത്ത കണക്ക് നോക്കാം. 80 എന്ന സംഖ്യയെ 1:4:3 എന്ന് ഭാഗിക്കണം. 80 എന്ന സംഖ്യയെ 3 വീതമാക്കണം. 1:4
4:3. നമുക്ക് ആദ്യം ഇതിനെ ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് കൊണ്ടുപോകാം. 1 4 5 3 8. 8ൽ 1, 8ൽ 4, 8ൽ 3. 1/8, 4/8, 3/8. ഇതാണ് ഭിന്നസംഖ്യാ രൂപം. അപ്പോൾ ആദ്യത്തെ ഭാഗം കിട്ടാൻ നമ്മൾക്ക് 80നെ 1/8 കൊണ്ട് ഗുണിക്കാം. 80 ഗുണിക്കണം 1/8. 80/8. 80ൽ 8 എത്ര പ്രാവശ്യമുണ്ട് എന്നറിയാൻ ഹരിക്കേണ്ടതില്ലല്ലോ. പട്ടികയില്ലേ 80ൽ 8 എത്ര പ്രാവശ്യമുണ്ട്? അപ്പോൾ ഒന്നാമത്തെ വീതം 10 ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ വീതം നോക്കാം. 80 × 4/8. 80 × 4/8. 80നെ 4 കൊണ്ട് ഗുണിക്കാൻ നമുക്കറിയാം. ഗുണിച്ച് നോക്കിയാൽ 320 കിട്ടും. 320നെ 8 കൊണ്ട് ഹരിക്കാൻ പട്ടികയില്ല. അപ്പോൾ നമുക്ക് ഹരിക്കണം. 320നെ 8 കൊണ്ട്. 4 8 32 ആണ്. 4 8 32. 0 കയറ്റണം. രണ്ടാം വീതം 40 ആണ്. മൂന്നാം വീതം കിട്ടാൻ നമ്മൾക്ക് ബുദ്ധി ഉപയോഗിച്ചുകൂടെ? ആദ്യം വീതിക്കേണ്ട സംഖ്യ 80. അതിൽ 10 ഒന്നാം വീതമാക്കി, 40 രണ്ടാം വീതമാക്കി. അപ്പോൾ മൊത്തം 50 കഴിഞ്ഞു. അടുത്ത വീതം ഉറപ്പായിരിക്കും നമ്മൾക്ക് 30 ആണ്. 30 ആയിരിക്കൂലേ? നമ്മൾ കണക്ക് ചെയ്ത് നോക്കാം. 80 × 3/8. 80 × 3/8. 240/8. 240നെ 8 കൊണ്ട് പട്ടിക ചൊല്ലാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. 240നെ 8 കൊണ്ട്. 3 8 24. 0 കയറ്റണം. അപ്പോൾ 80നെ 1:4:3 എന്ന് ഭാഗിച്ചാൽ ഒന്നാം ഭാഗം 10, രണ്ടാം ഭാഗം 40, മൂന്നാം ഭാഗം 30. ഇങ്ങനെയാണ് നമ്മൾ വീതിക്കുക. ഉറപ്പായിട്ട് വീതിക്കലിൽ നിന്നൊരു കണക്ക് നവോദയ പരീക്ഷയ്ക്ക് വരും. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. നൂറ് എന്ന സംഖ്യയെ 1:2:7 എന്ന് ഭാഗിച്ചാൽ ഏറ്റവും വലിയ വീതമേത്, ഏറ്റവും ചെറിയ വീതമേത്? 1:2:7 എന്ന് 100നെ ഭാഗിച്ചാൽ ഏറ്റവും വലിയ വീതമേത്, ഏറ്റവും ചെറിയ വീതമേത്? ഇങ്ങനെയാണ് ചോദ്യമെങ്കിൽ നമ്മൾക്ക് ആദ്യം മക്കളെ ഭിന്നസംഖ്യയാക്കിക്കൂടെ? 1 2 3 7 10. 10ൽ 1, 10ൽ 2, 10ൽ 7. നമുക്കിനി വീതിക്കാം. ഒന്നാം വീതം 100 × 1/10. 1 × 100 100. 100ൽ 10 10 പ്രാവശ്യം. അപ്പോൾ ആദ്യ വീതം 10. രണ്ടാം വീതം നോക്കാം. 100 × 2/10. 200/10. 10 കൊണ്ട് ഹരിച്ചു നോക്കണ്ട, നമുക്കറിയാം. ഹരിക്കേണ്ട സംഖ്യയുടെ ഒരു സ്ഥാനം കളഞ്ഞാൽ മതി. 200ന്റെ ഒരു സ്ഥാനം കളഞ്ഞാൽ എത്രയാ? 20. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ 10 കൊണ്ടുള്ള ഹരണം പഠിച്ചതാണ്. ഇപ്പോൾ രണ്ടാം വീതം 20 ആണ്. ഇനി മൂന്നാം വീതം നോക്കാം. 100 × 7/10. 700/10. 10 കൊണ്ടുള്ള ഹരണം നമുക്കറിയാം. ഒരു 0 കളഞ്ഞാൽ മതി. 70. അപ്പോൾ നമ്മളോട് ചോദിച്ചത് 100 എന്ന സംഖ്യയെ 1:2:7 എന്ന് ഭാഗിച്ചാൽ ഏറ്റവും ചെറിയ വീതമേത്, ഏറ്റവും വലിയ വീതമേത്? ഏറ്റവും ചെറിയ വീതം 10 ആണ്. ഏറ്റവും വലിയ വീതം 70 ആണ്. ഇത്രയും കാര്യമാണ് അംശബന്ധം
എന്ന ഭാഗത്ത് നമ്മളോട് പഠിക്കാൻ ആവശ്യപ്പെട്ടുള്ളത്. അപ്പോൾ അംശബന്ധം ക്ലാസ്സിൽ വരാത്തവർക്കും നല്ലോണം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വന്നവർക്ക് ഒന്ന് റിവൈസ് ചെയ്യാൻ കൂടിയാണ്. അംശബന്ധം നന്നായി മനസ്സിലായില്ലേ? ഇത്രയും കാര്യം ഈ അംശബന്ധത്തിൽ പഠിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഓക്കെ മക്കളെ, നല്ലോണം ആദ്യം ക്ലാസ്സിൽ വരാത്തവർ 2 പ്രാവശ്യം ഈ വീഡിയോ ഇട്ട് കണ്ട് ചെയ്തു നോക്കണം. ഒരു 5 ചോദ്യം ഞാനിപ്പോൾ തരാം. 5ഉം നിങ്ങൾ വന്നവരും വരാത്തവരും ഒക്കെ 5 എണ്ണം ചെയ്തു കൊണ്ടുവരണം. 40 എന്ന സംഖ്യയെ 1:1:3 എന്ന് ഭാഗിക്കുക. ചോദ്യം നമ്പർ 1, 40 എന്ന സംഖ്യയെ 1:1:3 എന്ന് ഭാഗിക്കുക. ചോദ്യം നമ്പർ 2, 200 എന്ന സംഖ്യയെ 1:4 എന്ന് ഭാഗിക്കുക. ചോദ്യം നമ്പർ 3, 80 എന്ന സംഖ്യയെ 1:2:5 എന്ന് ഭാഗിക്കുക. ചോദ്യം നമ്പർ 4, 3 എന്ന സംഖ്യയെ 1:2 എന്ന് ഭാഗിക്കുക. ചോദ്യം നമ്പർ 1, 40 എന്ന സംഖ്യയെ 1:1:3 എന്ന് ഭാഗിക്കുക. 200 എന്ന സംഖ്യയെ 1:4 എന്ന് ഭാഗിക്കുക. 80 എന്ന സംഖ്യയെ 1:2:5 എന്ന് ഭാഗിക്കുക. 3 എന്ന സംഖ്യയെ 1:2 എന്ന് ഭാഗിക്കുക. ചോദ്യം നമ്പർ 5 ഒരു വേ പ്രോബ്ലമാണ്, വഴിക്കണക്കാണ്. ഒരു ക്ലാസ്സിൽ 30 കുട്ടികളുണ്ട്. ഒരു ക്ലാസ്സിൽ 30 കുട്ടികളുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം 1:2 ആണ്. ഒരു ക്ലാസ്സിൽ 30 കുട്ടികൾ ആകെയുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം 1:2 ആണ്. എന്നാൽ ആൺകുട്ടികളുടെ എണ്ണം എത്ര, പെൺകുട്ടികളുടെ എണ്ണം എത്ര? ഒരു ക്ലാസ്സിൽ ആകെ 30 കുട്ടികൾ ഉണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം 1:2 ആണ്. എന്നാൽ ആൺകുട്ടികളുടെ എണ്ണം എത്ര, പെൺകുട്ടികളുടെ എണ്ണം എത്ര? എല്ലാവരും ഹോംവർക്ക് ചെയ്തു കൊണ്ടുവരേണ്ടതാണ്. ക്രിയാബുക്കിലാണ് ചെയ്തു കൊണ്ടുവരേണ്ടത്. മറക്കാതെ എല്ലാവരും ചെയ്തു കൊണ്ടുവരണം. നാളത്തെ ക്ലാസ് 2 മണി തൊട്ട് 4 മണി വരെയാണ്. 8ാം ക്ലാസ്സുകാർക്ക് 2 മണി മുതൽ 5 മണി വരെ. 6ാം ക്ലാസ്സുകാർക്ക് 2 മണി മുതൽ 4 മണി വരെ. വീട്ടിൽ വ്യക്തമായി സമയം പറയണം. വന്നിട്ട് വിളിക്കാൻ വേണ്ടി പറയണ്ട. 2 മണിക്ക് തുടങ്ങും, 4 മണിക്ക് തീരും. ഓക്കെ മക്കളെ, താങ്ക് യു.